ഷബീബ് ബ്രോ നമസ്കാരം. നമസ്കാരം. ഷബീബ് എൻ്റെ ഒരു സുഹൃത്താണ്. ഇപ്പം ഓലയുടെ നമ്മളിപ്പോൾ തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ഓലയുടെ ഒരു റേഞ്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ? കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ ആ റേഞ്ച് ടെസ്റ്റിൽ ഓൾ ഇന്ത്യ റേഞ്ച് ടെസ്റ്റ് ആയിരുന്നു. അതിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടിയത് ഷബീബ് ബ്രോനാണ് അല്ലേ? എത്ര കിലോമീറ്റർ? 235 കിലോമീറ്റർ. 235 ചാർജിൽ നമുക്ക് കിട്ടിയത്. സിംഗിൾ ചാർജിൽ 235 കിലോമീറ്റർ. ഈ വണ്ടിയിലല്ലേ? ഈ വണ്ടിയിലാണ്. ഇതേതാ മോഡൽ? ഇത് ഓല S1 Pro Gen 1 ആണ്. ജനറേഷൻ 1 അല്ലേ? ഇത് എടുത്തിട്ട് എത്ര ഇപ്പോൾ 2 വർഷം ആവുന്നു. 2023 ജൂലൈയിലാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഇപ്പോൾ നിയർ ബൈ 30,000. 30,000 കിലോമീറ്റർ ഓടി അല്ലേ? അപ്പോൾ അത്യാവശ്യം ഓട്ടം ഉണ്ടോ ഡെയിലി? ഒരു മന്ത്ലി നമ്മളൊരു 1,200 കിലോമീറ്റർ അത്രയും കിലോമീറ്റർ ഓടുന്നുണ്ടല്ലേ? ഷബീബ് ബ്രോ ആക്ച്വലി എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കോഴിക്കോട്. ഞാൻ കോഴിക്കോട് ഇവിടെ ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് പോങ്ങലാണ് താമസം. ശരിക്കും മലപ്പുറം പൊന്നാനിയാണ് സ്വദേശം. ഓക്കെ. എന്താ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ബ്രാൻഡിങ് കമ്പനിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കമ്പനിയാണ്. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ തന്നെയാണ്. ഓക്കെ. നമുക്ക് എന്നാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാലോ? അതെ. ഇതിന് കമ്പനി പറയുന്ന റേഞ്ച് എത്രയാ? കമ്പനി 170 ആണ് പറയുന്നത്. 170. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? അപ്പോൾ എനിക്ക് നോർമൽ കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു 140, 150 വരെ കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ ആദ്യം എത്ര കിട്ടുന്നുണ്ടായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോൾ അപ്ഡേഷന് മുമ്പ് ഇപ്പോൾ MOVOS 3 ആയിരുന്ന സമയത്ത് ഒരു 120, 130 ആയിരുന്നു. പിന്നെ MOVOS 4 വന്നപ്പോൾ ഒരു 130, 140 ആയി. ഓക്കെ. OS 5-ലാണുള്ളത്. ഇപ്പോൾ നമുക്കൊരു 140, 150 ആയിരുന്നു. അപ്പോൾ റേഞ്ച് ഒരു 10 കിലോമീറ്റർ വെച്ച് നമുക്ക് അപ്ഡേഷനിൽ കൂടി കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോർമൽ കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു 140 മുതൽ 150 വരെ കിട്ടുന്നുണ്ട്. 150 വരെ കിട്ടുന്നുണ്ട് അല്ലേ? ഇതിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ? നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 150 നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്ന് റേഞ്ച് ടെസ്റ്റിന് 235 കിട്ടിയെന്ന് പറഞ്ഞു? അതെ, അത് ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, ഈ 150 കിട്ടുന്നത് എങ്ങനെയാണ് 235 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത്. ഓലയുടെ ഒരു റേഞ്ച് കോൺടെസ്റ്റ് റൈഡ് ദ റെവല്യൂഷൻ എന്നുള്ള പേരിൽ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ നമുക്ക് ഒരു ചാർജിൽ എത്ര കിലോമീറ്റർ മാക്സിമം കിട്ടുന്നു എന്നുള്ള ഒരു കോൺടെസ്റ്റ് ആയിരുന്നു നടത്തിയത്. അപ്പൊ ഓൾ ഇന്ത്യ കോൺടെസ്റ്റ് ആയിരുന്നു. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പൊ അതിൽ നമ്മൾ ഓടിച്ചത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 22 കിലോമീറ്റർ സ്പീഡിൽ നമ്മളൊരു എക്കോ മോഡലും നോർമൽ മോഡലുമായിട്ട് വളരെ സ്പീഡ് കുറഞ്ഞ രീതിയിൽ ഈ റേഞ്ച് കോൺടെസ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തൊരു അറ്റംപ്റ്റ് ആണത്. അപ്പൊ അത് റിസ്ക് എടുത്തിട്ട് നമ്മൾ 2 ദിവസം കൊണ്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് 100% ചാർജ് ഫുൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ഓടിച്ചു, അവിടെ വെച്ചു. പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്ത് 0-ൽ അവസാനിക്കുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് നടത്താം. അതിന്റെ ഇടയ്ക്ക് ചാർജ് ചെയ്തെന്നാൽ കമ്പനി അറിയാം, അപ്പോൾ ഡിസ്ക്വാളിഫൈ ആവും. ഇങ്ങനെയായിരുന്നു ആ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോൺടെസ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് ഇത്രയും സ്പീഡ് കുറവിൽ വളരെ ക്ഷമയോടെ കുറെ സമയം എടുത്ത് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു റേഞ്ച് നമുക്ക് കിട്ടിയത്. നോർമൽ കണ്ടീഷനിൽ നമ്മൾ ആരും ഇങ്ങനെ ഓടിക്കുന്നില്ല, ആർക്കും ഈ റേഞ്ച് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ നോർമൽ കണ്ടീഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 140, 150 ആണ് നമുക്ക് നോർമൽ ഇപ്പോൾ ഓടിക്കുന്ന രീതിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് റേഞ്ച് കോൺടെസ്റ്റിന് പങ്കായിട്ട് ഇത്രയും കൂടുതൽ കിട്ടിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടി ഓൾ ഇന്ത്യ കോൺടെസ്റ്റ് ആയതുകൊണ്ട് ഇതിലും കൂടുതൽ ഓടിച്ച ആളുകൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് അഹമ്മദ് അൻവർ 233, അതുപോലെ പാലയിലുള്ള അനന്തു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് 231 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 235 ആണ് കേരളത്തിൽ ടോപ്പായിട്ട് കിട്ടിയത്. അത് നിങ്ങൾക്കാണ്? അത് എനിക്കാണ് കിട്ടിയത്. പിന്നെ ഈ റേഞ്ച് കോൺടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് റോഡ്സ്റ്റർ ബൈക്കായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മറ്റു സ്റ്റേറ്റിലുള്ള ഒരാൾക്കാണ് കിട്ടിയത്. ഓൾ ഇന്ത്യ കോൺടെസ്റ്റ് ആയതുകൊണ്ട് അയാൾക്ക് ബൈക്കാണ് സമ്മാനമായിട്ട് കിട്ടിയത്. നിങ്ങൾ പണ്ട് മുതലേ വണ്ടിയിൽ ഒരുപാട് ക്രൈസ് ഉള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പണ്ട് യൂസ് ചെയ്ത വണ്ടി എല്ലാം പെട്രോൾ ആയിരുന്നല്ലോ അല്ലേ? പെട്ടെന്ന് ഓലയിലേക്ക് വന്നപ്പം ഇതിൽ നിങ്ങൾ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഓലയിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഓക്കെ, നമ്മൾ ഓല എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ആണ് മെയിനായിട്ട് ഞാൻ നോക്കിയ ഒരു കാര്യം. അതായത് വണ്ടി നമുക്ക് 58 Nm ടോർക്ക് ഉണ്ട്. ഇത്രയും ടോർക്കുള്ളൊരു വണ്ടി നിലവിൽ ഇപ്പോൾ നമ്മുടെ റോഡിൽ അധികം ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും പെട്രോളുകളാണെങ്കിലും നമുക്ക് ഇത്രയും ടോർക്കുള്ളൊരു വണ്ടിയില്ല. അപ്പോൾ പെർഫോമൻസും അതുപോലെ തന്നെ റേഞ്ച്, ഞാൻ നോക്കിയപ്പോൾ റേഞ്ച് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഓലയാണ്. അതുപോലെ തന്നെ പ്രൈസ്, 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഒന്ന് പെർഫോമൻസ്, ഒന്ന് കൂടുതൽ റേഞ്ച്, ഒന്ന് വില കുറവ്. ഇത് 3ഉം കൺസിഡർ ചെയ്തപ്പോൾ മറ്റു വണ്ടികളെക്കാൾ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത് ഓല തന്നെയാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം നല്ല പെർഫോമൻസും ഉണ്ട്, അത്യാവശ്യം റേഞ്ചും കിട്ടുന്നുണ്ട്, പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. മറ്റെല്ലാ വണ്ടികളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊരാണെന്നുണ്ടെങ്കിലും.
അതുപോലെ തന്നെ iQube, ചേതക്ക്, വിട ഉൾപ്പെടെ എല്ലാ വണ്ടികളും ഓടിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിച്ച് നോക്കിയപ്പോഴും നമുക്ക് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതറിനാണെങ്കിൽ ചെറിയൊരു ഇനീഷ്യൽ പുള്ളിങ് കൂടുതലുണ്ടെങ്കിലും ഹൈപ്പർ മോഡിൽ ഓല ഭയങ്കര പെർഫോമൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഓടിച്ച് നോക്കിയിട്ടാണ് നമ്മളിത് ചൂസ് ചെയ്യാൻ കാരണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത് പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അതായത് ഓലയുടെ സർവീസും ബിൽഡ് ക്വാളിറ്റി ഒക്കെ മോശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നിങ്ങളിപ്പോൾ അതിൻ്റെ ഒരു നല്ല വശങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുണ്ട്. അതായത് എനിക്ക് സർവീസിൽ മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ പല ആളുകളും പറയുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. കാരണം അവർ പോയിട്ട് പല ഡിലേ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറേഷൻ 1-ന്റെ ക്വാളിറ്റി 2-ന് ഇല്ല എന്നുള്ള പരാതി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ Gen 3 വന്നപ്പോഴും അത്രത്തോളം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതിൽ കുറച്ച് അവർ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം മാറ്റിയിട്ടുണ്ട്, അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം Gen 1-ന്റെ ആ ഒരു ക്വാളിറ്റി പിന്നീടുള്ള വണ്ടികൾക്ക് ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അതുപോലെ തന്നെ സർവീസിലും നല്ല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മറ്റു കമ്പനികൾ കൊടുക്കുന്ന പോലുള്ള സർവീസോ അതുപോലെ തന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറോ നല്ല രീതിയിൽ ഒരിക്കലും ഓല മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വശം തന്നെയാണ്. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഓല ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നല്ല രീതിയിൽ നെഗറ്റീവ്സ് ഈ വണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓല ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത്തരത്തിൽ ഈ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, സ്റ്റേഷൻസിൻ്റെ അഭാവം കൊണ്ടുള്ള ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ഗ്രിഡ് ഗ്രീൻ ചാർജ് LLP എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായിട്ട് കുറച്ച് സ്റ്റേഷൻസൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾക്ക് ഇപ്പോൾ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറവ് വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലുള്ള മറ്റ് ജില്ലകളിലേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരാൾ ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊരു പെട്രോളിൽ നിന്ന് കൂടുതൽ ആളുകളും മാറുന്നത് ഫ്യൂവൽ കോസ്റ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. കാരണം പെട്രോൾ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അവരുടെ ബഡ്ജറ്റിനെ അത് ബാധിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവർ ഇലക്ട്രിക്കിലേക്ക് മാറുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം റേഞ്ചാണ്. കാരണം റേഞ്ച് കൂടുതലില്ലാതെ നമുക്കത് ആ ഒരു രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം റേഞ്ചുള്ള വണ്ടി എടുക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഫാമിലി ആണെങ്കിൽ അത്ര പെർഫോമൻസ് വേണ്ട, യുവാക്കളൊക്കെ ആണെങ്കിൽ കുറച്ച് പെർഫോമൻസും കൂടിയുള്ള വാഹനം എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈസും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ ഈ പറയുന്ന ഒരുപാട് എമൗണ്ട് ഇനീഷ്യലി കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ നമുക്ക് എത്രത്തോളം സേവിങ്സ് ഉണ്ടാവും എന്നുള്ള ഒരു ചോദ്യത്തിനാണ്. അപ്പോൾ പ്രൈസും കൂടി കൺസിഡർ ചെയ്യണം, റേഞ്ചും കൺസിഡർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് കൺസിഡർ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഫ്യൂൽ കോസ്റ്റിൽ അത്യാവശ്യം ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഓടാത്ത ഒരാളാണെങ്കിൽ പോലും ആൾക്ക് പ്രൈസ് കുറവാണ് ഇനീഷ്യലി കൊടുക്കുന്നതെങ്കിൽ ഫ്യൂൽ കോസ്റ്റ് പിന്നീട് പെട്രോളിൽ അടിക്കേണ്ടി വരും. ഇതിൽ അത്രയും കുറവാണ് നമുക്ക് കറണ്ട് ചാർജ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് കൺസിഡർ ചെയ്തിട്ട് വേണം ഒരാൾ എടുക്കാൻ. പിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ പെട്രോൾ പോലെ അടിച്ച് മിന്നിച്ച് കട്ടർ റോട്ടിൽ കൂടെ ഒക്കെ അങ്ങനെ പോയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് മേ ബി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെ വണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എനിക്ക് ഈ 2 വർഷമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റി ടയർ മാറ്റി എന്നല്ലാതെ അത് തേയ്മാനം സംഭവിക്കുന്ന ഭാഗങ്ങളാണ്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും നല്ല രീതിയിൽ നോക്കുന്ന ആളുകൾക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം പിന്നെ എന്ത് സംഭവിക്കാം, വണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല രീതിയിൽ കൊണ്ടു നടന്നാലും ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ നമ്മൾ നോക്കുന്നത് നല്ലൊരു അളവിൽ നമ്മളെ വണ്ടിൻ്റെ പെർഫോമൻസിന് അതുപോലെ തന്നെ കേടാവാതെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാലും നന്നായിരിക്കും എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിപ്പോൾ ചോദിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വണ്ടി ഓലയാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും സജസ്റ്റ് ചെയ്യുന്ന വണ്ടി ഏതാ മറ്റുള്ളവർക്ക്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു ലോങ് പോകണം എന്നുണ്ടെങ്കിലും നമുക്ക് ഫാസ്റ്റ് ചാർജ് ഇല്ലെങ്കിൽ ടൈം വളരെ നഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിൽ ഓലയും അതുപോലെ തന്നെ ഏതറും തന്നെ ആയിരിക്കും നിലവിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇനി ഇറങ്ങാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെസറാക്ട്, അൾട്രാവയലറ്റിൻ്റെ ടെസറാക്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സുസുക്കി E-Access വരുന്നുണ്ട്. അത് റേഞ്ച് കുറവാണ് എന്ന് പറയുന്നുണ്ട്, ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ TVSൻ്റെ X, സിമ്പിൾ 1, ഈ വാഹനങ്ങളാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ റേഞ്ച് കൂടുതലായിട്ടുള്ള വാഹനങ്ങളുള്ളത്. അപ്പോൾ അതാണ് നിലവിൽ നമ്മളെ സാഹചര്യത്തിൽ എന്തായാലും ഓലയും അതുപോലെ തന്നെ ഏതറുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
നിങ്ങളിപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മളെ ഫാസ്റ്റ് ഗ്രിഡിൻ്റെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊക്കെ കമ്പനികളാണ്? ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏതർ, അതുപോലെ വിഡ, ഓല. ഈ 3 വാഹനങ്ങളാണ് നിലവിൽ നമ്മൾ വ്യാപകമായിട്ട് നമ്മുടെ റോഡുകളിലുള്ളതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതുള്ളത്. അതുപോലെ തന്നെ ഐക്യൂബും ചേതക്കും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ സ്റ്റേഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത്. ഇനി ഇറങ്ങാൻ പോകുന്ന പല വാഹനങ്ങളിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് വാഹനങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റേഷനുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഷബീബ് ബ്രോ, എന്തായാലും താങ്ക് യു. വന്നതിലും സംസാരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. എന്നാൽ കാണാം.